ഞാൻ അതിൽ അഫക്റ്റഡ് ആകണമെങ്കിൽ ഞാൻ മനഃപൂർവ്വം ഒരു പെർട്ടിക്കുലർ ഉദ്ദേശത്തോടു കൂടി ഞാൻ എൻ്റെ സിനിമ ചെയ്തു എന്ന് ഞാൻ ബോധവാനായിരിക്കണം. അതല്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എനിക്ക് ആ സിനിമയുടെ കഥ എനിക്ക് കേട്ടു, എനിക്ക് കൺവിൻസ്ഡായി. അതിൻ്റെ തിരക്കഥാ രൂപത്തിൽ അതിൻ്റെ നിർമ്മാതാവിനെയും നായക നടനെയും ഒക്കെ പറഞ്ഞ് കേൾപ്പിച്ചു. എല്ലാവരും കൺവിൻസ്ഡായി. അങ്ങനെയാണ് ഞാൻ സിനിമ ചെയ്തത്. ആ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശമേ എനിക്കുള്ളൂ. അതിൽ ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആസ് എ ഫിൽം മേക്കർ എൻ്റെ ഫെയിലിയറാണ്. ഞാനൊരിക്കലും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി ഒന്നൊരു സിനിമ ഞാൻ ചെയ്യില്ല. കോടികൾ മുടക്കി ഒരു സിനിമ ചെയ്യേണ്ട ആവശ്യമില്ല ഇന്നത്തെ കാലത്ത്. അതിന് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടാൽ മതി. അതിന് ഇത്രയും വലിയൊരു സിനിമ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ആസ് ലോങ് ആസ് ഐ ആം ട്രൂ ടു മൈസെൽഫ്, എൻ്റെ ഉള്ളിൽ എനിക്ക് ആ ബോധ്യമുണ്ടെങ്കിൽ എനിക്ക് ആരെയും അങ്ങനെ എനിക്ക് സങ്കടപ്പെടേണ്ട കാര്യമോ ആരെയും ഭയപ്പെടേണ്ട കാര്യമോ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കണ്ടില്ലേ, എനിക്ക് സംഘികളെ എന്നല്ല, സംഘികളുടെ കൂട്ടത്തിലുള്ള ഒരുത്തനെ എനിക്ക്